ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ അച്ചാറാണ്. അപ്പം നല്ല കേരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് വൃത്തിയാക്കി തിരുമ്മി വെച്ചേക്കുന്നതാണ്. അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് ആ മീൻ വറുത്ത് കോരണം. അപ്പം മീൻ കുറച്ചിട്ട് വറുത്ത് കോരാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. അപ്പം മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് നമ്മൾ കുറച്ചിട്ട് വറുത്ത് കോരും. അപ്പം ഒരുപാട് മൂപ്പിച്ച് കളയരുത്, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ അച്ചാർ ചീത്തയായി പോകും. അപ്പം ഈ പരുവത്തിൽ നമ്മൾ മൊത്തം മീനും വറുത്ത് കോരിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വറുത്ത് കോരി മാറ്റി വെക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു ചീനിച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, നല്ലെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്കതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോന്നോരോന്ന് കുറച്ച് മൂക്കുന്നതനുസരിച്ച് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം പറ്റിച്ചെടുക്കണം. കാരണം അച്ചാറിനുള്ളതായതുകൊണ്ട് ചീത്തയാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം നല്ല വൃത്തിയായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ. അപ്പോൾ അത്യാവശ്യം ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം. അപ്പം അത്യാവശ്യം നന്നായിട്ട് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ചേർക്കാം. ഞാൻ ചേർക്കുന്നത് പെരുങ്കായാണ്. നമുക്ക് കായപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുങ്കായം, ഇത്തരം സാധനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ 2.5 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ ഉലുവായുമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ എന്നിട്ട് അത് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് മീനിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ മീൻ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. എല്ലാം നന്നായിട്ട് മസാല എല്ലാം കൂടി മീനിലോട്ടൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് 2 സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. വിനാഗിരിയും ഉപ്പും. കഷ്ണത്തിൽ നമ്മൾ വറുക്കാൻ നേരത്ത് ഉപ്പിട്ടതാണ്, എന്നാലും ഗ്രേവിക്കുള്ള ഉപ്പ് നമ്മൾ രണ്ടാമത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരുമാതിരി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി ഒരു 4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പം മീനത് വറുത്ത് കോരിയപ്പോഴത്തേനും ഒരു 800 ഗ്രാം ഉണ്ടാവും മീൻ. അപ്പോൾ അത്രയും വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ വിനാഗിരിയുടെ പുളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് പിടിച്ച് അപ്പോഴത്തേനും നല്ല സൂപ്പർ ടേസ്റ്റിലോട്ട് വരും. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമുക്കൊരുപാട് ഗ്രേവി ആയിട്ട് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ മസാല കുറച്ച് ചേർത്ത്. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ടൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ആവി കയറ്റണം. കാരണം മസാല എല്ലാം കൂടി അതേ പിടിക്കാനാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേനും നല്ല അടിപൊളി മീനച്ചാർ റെഡി. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് തീ ഓഫാക്കിയിട്ട് 2 ദിവസം വെച്ചിരുന്നിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. കാരണം എല്ലാം ഒന്ന് പിടിച്ച് മസാലയൊക്കെ പിടിച്ച് വന്ന് കഴിയുമ്പോഴത്തേനും നല്ല ടേസ്റ്റാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി മീൻ
അച്ചാറാണ്. കുറേ ദിവസം വെച്ച് നമുക്ക് കൂട്ടാം. ഓക്കെ, താങ്ക് യു.